ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റിത. സോ ഇന്നത്തെ എൻ്റെ ചാനലിൽ നമുക്കിന്നൊരു വർക്ക് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, കിട്ടുന്ന ഒരു വർക്ക് ചെയ്യാം. സോ നമുക്കെന്നാൽ എന്താണ് വരയ്ക്കേണ്ടത് നമുക്കൊന്ന് പ്ലാൻ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയൊരു ഐഡിയ ഇതായിരുന്നു, അതാണേ. അപ്പോൾ ഗൈസ് നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്ലാക്ക് പെന്നാണ് യൂസ് ചെയ്തിട്ടൊക്കെ എഴുതാനായിട്ട്. കാരണം എനിക്ക് ബ്ലാക്കാണ് കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് തോന്നിയത്. പിന്നെ ഇത് കുറേ പ്രാവശ്യം എഴുതിയിട്ടാണ് കേട്ടോ നല്ല ശരിയായിട്ട് വന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ എഴുതി ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. അപ്പോൾ അവിടെയൊക്കെ ഡാർക്കാക്കി ഒരു കഷ്ടത്തിലാണ് ഞാൻ ഇത്രയും ശരിയാക്കി എടുത്തത്. സോ നമ്മളപ്പോൾ ഒന്നുകൂടെ ഇറേസ് ചെയ്തു, പിന്നെ ഒന്നുകൂടെ ബ്ലാക്ക് പെയിനെ കൊണ്ട് വായിച്ചു കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഇത്രയും ചെയ്തു. സോ നെക്സ്റ്റ് നമ്മൾ കവായ് സ്റ്റിക്കറിൻ്റെ കുറച്ച് പരിപാടിയിലേക്ക് വരാണ്. മീൻസ് ഞാൻ ഈ കവായ് സ്റ്റിക്കേഴ്സ് ഇവിടെ നിരത്തി വെക്കാം കേട്ടോ. സോ നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാണ്. നമ്മളിനി ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് പണിയാവുക. അപ്പോൾ ഞാൻ എല്ലാ കവായ് സ്റ്റിക്കേഴ്സും നിരത്തിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന കളർ ഇതിൽ ചെയ്യണമെന്നൊന്നും എനിക്ക് ഉണ്ടായില്ല. എനിത്തിങ് ഏതെങ്കിലും കളറിൽ വെച്ച്. സോ ഞാനപ്പോൾ ഏറ്റവും നല്ല സ്റ്റിക്കേഴ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഞാനപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ ഒരു കണക്കിലാണ് ചെയ്തത്. നല്ല പാടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. കാരണം ഞാൻ എഴുതുമ്പോൾ ഓക്കെ ഗൈസ് ഉണ്ടോ, ഞാനപ്പോൾ എഴുതുമ്പോഴൊക്കെ നല്ല പാടുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത്ര എഴുതിയത്. നമുക്കിനി കവായ് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാം. സോ അങ്ങനെ ഗൈസ് ഞാനപ്പോൾ തീരുമാനിച്ചു. ഞാനപ്പോൾ എന്താ പറയുക, ഞാൻ ഈ ഒരു കവായ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല എല്ലാ സ്റ്റിക്കർ എടുത്തിട്ട് ചേരണ്ടോ നോക്കാം നമ്മളിനി. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലാക്ക് പെയിനെയും കൊണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മളിനി അടുത്തത് കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ നെക്സ്റ്റ് ആ ഒരു ഇതിലേക്ക് പോവാണ്. ഞാനപ്പോൾ ഓരോ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് വച്ച് നോക്കും. ഞാൻ ശരിക്കും ഈ ഒരു സെയിം കളറിൽ ചെയ്യണമെന്നൊന്നും ഇതായിട്ടൊന്നും തീരുമാനിച്ചിട്ടുണ്ടായില്ല കേട്ടോ. കിട്ടിയ കളേഴ്സും കൊണ്ടാണ് ഒപ്പിച്ചത്. സോ ഞാനപ്പോൾ ഓരോ സ്റ്റിക്കർ വച്ച് നോക്കി. അപ്പോൾ ഞാൻ ഈ ഒരു ഗേളിനെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഒരു ഷീറ്റിൽ നോക്കിയപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ കിട്ടി. ഞാനപ്പോൾ അത് എടുത്തിട്ട് ആഗസ്റ്റിൻ്റെ ടീയുടെ മേളിൽ ഒട്ടിച്ചു കൊടുത്തു. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതേപോലത്തെ സെയിം ആയിട്ടും 2 സ്റ്റിക്കേഴ്സും എടുക്കണം എനിക്ക്. അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ എടുത്തു. ഞാനപ്പോൾ അത് സ്പെഷ്യലിൻ്റെ അവിടെ ഒട്ടിച്ചു കേട്ടോ. ഓരോ സ്ഥലത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ സ്റ്റിക്കർ വീണ്ടും ഒരു പ്രാവശ്യം എടുത്ത് അത് ഞാൻ ശരിക്കും അടുത്തപ്പോൾ കൺഫ്യൂസിങ് ആയിരുന്നു. ഷൈൻ്റെ അവിടെ ഒട്ടിക്കണോ അല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ അടുത്ത് ഒട്ടിക്കണോ എന്ന്. പിന്നെ ഫൈനലി ഞാൻ ആ ഫ്ലവറിൻ്റെ അടുത്ത് തന്നെ ഒട്ടിച്ചു. അവിടെ വേറെ സ്റ്റിക്കേഴ്സൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഒട്ടിച്ചത്. പിന്നെ നെക്സ്റ്റ് ഞാൻ സ്റ്റിക്കർ നോക്കായിരുന്നു ഏത് ഒട്ടിക്കുമെന്ന് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു ഹാപ്പിയുടെ ഒരു ഇത് കിട്ടി. ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഗൈസ് ഇപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഇത്രയും ഷീറ്റ്സ് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും കൂടെ നോക്കിയിട്ട് വേണം എനിക്ക് ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ കേട്ടോ. സോ നമുക്കിനി ബാക്കി ഒട്ടിക്കണം. അപ്പോൾ ഗൈസ് ഞാനപ്പോൾ ഇത്ര ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ബാക്കി ഒട്ടിക്കാനാണ് പോണത്. സോ നെക്സ്റ്റ് ഇത് ഒട്ടിക്കും. ഓക്കെ, ഈ റാബിറ്റിനെ ഒട്ടിച്ചാലോ. ഞാനൊരു എൻ്റെ ജോണിന് റാബിറ്റ് ഇല്ലാത്ത ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല കേട്ടോ. ബിക്കോസ് ഐ ലൈക്ക് റാബിറ്റ് വെരി മച്ച്. എൻ്റെ കൂടെ പിറപ്പാന്നാണ് എല്ലാവരും പറയുക. എക്സാക്ട്ലി കറക്റ്റ്. എല്ലാവരും അവിടെ തന്നെ കുത്തിക്കിട്ട് ഒട്ടിച്ചിട്ട് ഇവിടെ ആരും ഇല്ലാത്ത അതിന് ഒറ്റക്കഴിഞ്ഞു അല്ലെങ്കിൽ ഒട്ടിച്ചു ഇവിടെ ഒട്ടിക്കണം. സോ ഗായ്സ് ഇവിടെ ഒട്ടിക്കാട്ടോ. ഇവിടെ ജസ്റ്റ് ഉണ്ടാവും. സോ ഓക്കെ ഗായ്സ് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ കവായ് സ്റ്റിക്കർ പരിപാടി തീർക്കുകയാണ് ഗായ്സ്. ഇത്രേ ഷീറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി നോക്കാനുണ്ട്. അപ്പോൾ ഏതെടുക്കാം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞാനിവിടെ നിന്ന് തപ്പാണ്. സോ ഗായ്സ് അങ്ങനെ നമ്മൾ ഒരു ഹാർട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഒരു ഹാർട്ട് ശരിക്കും ഞാൻ എന്തെങ്കിലും എന്താ പറയുക അവിടെ കൈ വെച്ച് എൻ്റെ കൈ കിട്ടിയാൽ ഇല്ല. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൈ കിട്ടുന്നുണ്ട് ഗൈസ്. ഞാൻ മാത്രമല്ല, വൺ ഓഫ് മൈ കസിൻ ഈസ് ദർ. കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോൾ ആഗസ്റ്റിൻ്റെ അവിടെ ഒരു തൊപ്പി ഇങ്ങനെ വച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മന്ത് ഫോർ മീ. ആഗസ്റ്റ്
I inspired you to shine your brightest. This month makes me happy. And guys, this is my final journal. ഒരു സിമ്പിൾ ബ്ലാക്ക് തീമി ചെയ്തെടുത്തോ, ഒരു പെട്ടെന്ന് ചെയ്ത ഒരു എന്താ പറയുക, ശരിക്കും ഞാനിന്ന് ജേർണൽ ചെയ്യണം എന്ന് ഒന്നും വിചാരിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ചെയ്ത ഒരു ജേർണലാണ്. ഓക്കെ, സോ ഗൈസ് ഞാൻ ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത ഒരു ജേർണൽ. ജസ്റ്റ് ഒരു പേജ് ഒന്ന് കയറിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്ത ജേർണൽ ഇതാണ്. സോ ഇതന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ഐ തിങ്ക് ഞാൻ വെറുതെ ഇരുന്നാണ്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഇതിൽ ജേർണൽ ഞാൻ വിചാരിച്ചു ഗൈസ്. സോ ഞാൻ മാത്രമല്ല, എൻ്റെ കസിൻ ഉണ്ട്, ഞാൻ മാത്രമല്ല, വൺ ഓഫ് മൈ കസിൻ ഉണ്ട് ഇവിടെ ഗൈസ്. ആൻഡ് ഇതിൻ്റെ ഞങ്ങളുടെ അഞ്ചാമത്തെ എന്താ പറയുക, 5th പോയാണ്. 4 പെമ്മക്കളിൽ വന്നിട്ട് അതിനുശേഷം വന്നിട്ടുള്ള ഒരു ആമ്പിള്ളയാണ്. എനിക്ക് താഴെ അനിയന്മാരുണ്ട് കേട്ടോ. സോ ഞങ്ങളൊരു റീൽ അപ്ലോഡ് ചെയ്യും കേട്ടോ ഞാൻ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ, നിർത്ത്.